നമസ്കാരം. മുനമ്പം നമ്മുടെ ഒരു വലിയ കണ്ണീരാണ്, വലിയ തലവേദനയാണ്. അത് അടുത്തൊന്നും തീരുന്ന മട്ടില്ല. മുനമ്പത്തുകാർ നിരന്തരമായ സമരത്തിലാണ്. പട്ടിണി കിടന്നും ആർത്ത് വിളിച്ചും സമരപ്പന്തലൊരുക്കിയും കാറ്റും മഴയും കൊണ്ടും മുനമ്പത്തുകാർ തുടരുന്ന സമരം അത് വല്ലാത്തൊരു കാഴ്ചയാണിപ്പോൾ. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ മുനമ്പത്തെ ഒരു ചിത്രം ഈ വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഈ 15-ാം തീയതി, ഏപ്രിൽ 15-ാം തീയതി കേന്ദ്ര നിയമകാര്യമന്ത്രി, അദ്ദേഹം നിയമകാര്യമന്ത്രി മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രിയും കൂടിയാണ്, ശ്രീ കിരൺ റിജിജു മുനമ്പത്ത് വരുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കിരൺ റിജിജു തീർച്ചയായിട്ടും മുനമ്പത്ത് വരുന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞ ഒരാളാണ് കേന്ദ്ര മന്ത്രി കിരൺ റിജിജു. കാരണം 95 മുതൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വഖഫ് ബില്ലിനെ തിരുത്താൻ, അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും 95 മുതൽ നിലനിൽക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തെ സമ്പൂർണ്ണമായി അടിമുടി പരിഷ്കരിച്ചുകൊണ്ടൊരു പുതിയ ബില്ല് കഴിഞ്ഞ 6-7 മാസമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് അതായത് 2024 ഓഗസ്റ്റ് 8-നാണ് ആ ബില്ല് വന്നത്, വഖഫ് ഭേദഗതി ബില്ല്. ആ ബില്ല് കൊണ്ടുവന്നത് കിരൺ റിജിജു എന്ന മന്ത്രിയാണ്. 6-7 മാസത്തെ ചർച്ച പാർലമെൻറ്റിലും ജെ പി സിയിലും ഒക്കെ നടന്ന ദീർഘമായ ചർച്ച ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത്, JPC-ക്കകത്ത്, പുറത്ത്, സമൂഹത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒക്കെ, നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലൊക്കെ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഈ കഴിഞ്ഞ 5-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി, ഏപ്രിൽ 3ഉം 4ഉം ലോക്സഭയിലും രാജ്യസഭയിലുമായി 8-9 മണിക്കൂർ നീണ്ട ചർച്ച രണ്ടിടത്തും വോട്ടെടുപ്പിലൂടെ പാസ്സാക്കി കഴിഞ്ഞിട്ട് ഏപ്രിൽ 5-ാം തീയതി അത് നമ്മുടെ ആരാധ്യയായ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടുകൂടി ഏപ്രിൽ 5-ന് നിയമമായി. സമ്പൂർണ്ണമായി രാജ്യത്തിൻ്റെ നിയമമാണ്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലല്ല, വഖഫ് ഭേദഗതി നിയമമായി കഴിഞ്ഞിരിക്കുന്നു. ആ നിയമമായി കഴിഞ്ഞിട്ട് ആദ്യമായി ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര നിയമമന്ത്രി സന്ദർശിക്കുന്നത് മുനമ്പത്താണ്. അതിനർത്ഥം ഈ പുതിയ ബില്ല് തീർച്ചയായിട്ടും മുനമ്പത്തുകാർക്ക് ആശ്വാസമാകും എന്ന് വേണം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത് പറയാനായിരിക്കും അദ്ദേഹം വരുന്നത്. അത് തീർച്ചയായിട്ടും മുനമ്പത്തുകാർക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. മുനമ്പത്തുകാർ മാത്രമല്ല, മുനമ്പത്തെ ഏതാണ്ട് 610 കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്, കത്തോലിക്ക ക്രിസ്ത്യാനികളാണ്. അവരെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകളൊക്കെ തന്നെ, ക്രിസ്തീയ സഭകളൊക്കെ തന്നെ അവരെ പിന്തുണക്കുകയും അതേസമയം തന്നെ അവർക്ക് അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി നിയമം വരണമെന്ന് വാദിക്കുകയും ചെയ്തവരാണ്. ക്രിസ്തീയ സഭകളൊക്കെ, KCBC ഉൾപ്പെടെയുള്ള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ എന്നെ പിന്തുണച്ചതാണ്. പക്ഷേ അവരുടെയൊന്നും പിന്തുണ കൊണ്ട്, സഭയുടെ പിന്തുണയൊന്നും നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളെ ബാധിച്ചില്ല. പാർലമെൻറ്റ് അംഗങ്ങൾ കക്ഷി രാഷ്ട്രീയം അനുസരിച്ച് തന്നെ ചേരിതിരിഞ്ഞ് ബി ജെ പിക്കാരും അല്ലെങ്കിൽ NDA മുന്നണിയും സമ്പൂർണ്ണമായി ബില്ലിന് അനുകൂലമായും, പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഇന്ത്യ മുന്നണി എന്ന് നമ്മൾ വിളിക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും ബില്ലിനെതിരായും വോട്ട് ചെയ്തു. എന്നിട്ടും ആ നിയമം പാസ്സായി എന്നതാണ് സ്ഥിതി. അപ്പോൾ കിരൺ റിജിജു ഇപ്പോൾ മുനമ്പത്ത് വരുമ്പോൾ എന്തിനായിരിക്കും വരുന്നത്? ഇതാ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാനാണോ? അങ്ങനെയാണെങ്കിൽ സങ്കീർണമായ ചില ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ 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 പ്രധാനമാണ്. ഒന്നാമത്തെ ചോദ്യം, മുനമ്പത്തെ പ്രശ്നം വഖഫ് ഭേദഗതി നിയമം കൊണ്ട് പരിഹരിക്കാനാവുമോ? മുനമ്പത്തെ പ്രശ്നം വഖഫാണോ? മുനമ്പത്തെ അടിസ്ഥാന പ്രശ്നം മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നാണ്. വഖഫ് 1950 നവംബർ മാസം 1-ാം തീയതി ഉള്ള ഒരു ആധാരത്തെ മുൻനിർത്തിയാണ്. ആ ആധാരം മുൻനിർത്തിയാണ് ഇപ്പോഴുള്ള തർക്കം. ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ആധാരം എഴുതി കൊടുത്തത് കൊച്ചിയിലെ സിദ്ദിഖ് സേട്ട് എന്ന ഒരു ധനാഢ്യനായ കച്ചവടക്കാരൻ കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരമാണ്. ആ ആധാരം വഖഫ് ആധാരമാണെങ്കിൽ മാത്രമാണ് മുനമ്പം ഭൂമി വഖഫ് ആകുന്നത്. പക്ഷേ ആ ആധാരം വഖഫ് ആകാനുള്ള നിബന്ധനകൾ പാലിക്കുന്നില്ല. കാരണം ആ ആധാരത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫറൂഖ് കോളേജിന് ഈ ഭൂമി ആവശ്യമില്ലെങ്കിൽ അത് എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കണ്ടീഷനോട് കൂടി ചെയ്യുന്നത് വഖഫ് അല്ല. കണ്ടീഷൻ ഉണ്ടെങ്കിൽ വഖഫല്ല. അപ്പോൾ തന്നെ അത് വഖഫാണോ അല്ലയോ എന്ന തർക്കം വന്നു. ഫറൂഖ് കോളേജ് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് വഖഫ് ആധാരമല്ല, ദാനാധാരം, ഞങ്ങൾക്ക് ദാനമായി കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അത് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് അന്നത്തെ ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന, പിന്നീട് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ KA ജലീൽ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഭൂമി ഉടനീളം തർക്കത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1902 കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജ
മഹാരാജാവ് ലീസിന് കൊടുത്താണ്, കൃഷി ചെയ്യാൻ പാട്ടത്തിന് കൊടുത്തതാണ് സത്താർ സേട്ട് എന്നൊരാൾക്ക്. ഈ സത്താർ സേട്ടിൻ്റെ ആരുമല്ലാത്ത സിദ്ദിഖ് സേട്ട് പിന്നെ എങ്ങനെ അതിൻ്റെ ഉടമയായി? ആ കഥ അതിനേക്കാളും വിചിത്രമാണ്. 1947 ആയപ്പോൾ ആ ഭൂമി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ്, പഴയ നിയമങ്ങളൊക്കെ റദ്ദായി പോകുമെന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് സത്താർ സേട്ടിന് അത് ദാനമായി കൊടുത്തു. ആ ഭൂമി പൂർണ്ണമായി അദ്ദേഹത്തിന് തീരാധാരമായിട്ട് കൊടുത്തു എന്ന് പറയുന്നു. ആ ആധാരം ഇതുവരെ ആരും എവിടെയും കണ്ടതായി ഞാൻ മാധ്യമങ്ങൾ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും 47 തീരാധാരമായി സത്താർ സേട്ടിന് കിട്ടി. പിന്നീട് അത് ഭാഗപത്രം, സത്താർ സേട്ടിൻ്റെ മരണശേഷം ഭാഗപത്രം വീതിച്ചപ്പോൾ ഒരു മൈനർ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ആമിന എന്നാണ്. സത്താർ സേട്ടിൻ്റെ ഒരു മൈനർ. ആ കുട്ടിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ഈ ഭൂമിയിൽ ഈ മൈനറായ ആമിനയ്ക്ക് വേണ്ടിയുള്ള ഗാർഡിയനായിട്ടാണ് സിദ്ദിഖ് സേട്ട് കടന്നു വരുന്നത്, ചിത്രത്തിൽ കടന്നു വരുന്നത്. സിദ്ദിഖ് സേട്ട് സത്താർ സേട്ടിൻ്റെ ആരുമല്ല. ഈ സിദ്ദിഖ് സേട്ട് മൈനറിൻ്റെ പേരിലാണ്. മൈനർ 11 വയസ്സ്, 1947 11 വയസ്സുള്ള ഒരാൾക്ക്, ഈ 11 വയസ്സുള്ള ഒരാളുടെ കൂടി ഭൂമിയാണിത് എന്ന് ഓർക്കണം. മൈനറിന് പ്രായപൂർത്തിയാകുന്നത് വരെ ആ ഭൂമിയിൽ പിന്നെ ഏത് തരത്തിലുള്ള ക്രയവിക്രയവും എപ്പോഴും ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ ചോദ്യം ചെയ്യാനും റദ്ദാക്കാനും ആ മൈനറിന് അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. 48 ആ ഭൂമി, 47 ഭാഗപത്ര പ്രകാരം കിട്ടിയ ഭൂമി 48 ഈ സിദ്ദിഖ് സേട്ടിന് പൂർണ്ണമായിട്ടും വിൽക്കുന്നു. സിദ്ദിഖ് സേട്ടിന് വിൽക്കുന്നു എന്നതാണ് പ്രധാന. ആ വിൽപ്പനയെയും വേണമെങ്കിൽ ചോദ്യം ചെയ്യാവുന്നതാണ്, കാരണം അതിനകത്തൊരു മൈനർ ഉണ്ട്. മാത്രമല്ല 48 കിട്ടിയ ഭൂമി, അന്ന് 48 ആ ഭൂമി സിദ്ദിഖ് സേട്ടിന് വിൽക്കുന്നത് 5800 രൂപ വില നിശ്ചയിച്ചാണ്. അത് ആധാരം പറയുന്നുണ്ട്, 5800 രൂപ. കൃത്യം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1950 ഫറൂഖ് കോളേജിന് ഈ ഭൂമി അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഭൂമിയുടെ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്, മുനമ്പം ഭൂമിയുടെ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 414 ഏക്കർ ഭൂമി, 404 ഏക്കർ ഭൂമിയുണ്ട്. ആ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. 2 കൊല്ലം കൊണ്ട് ഒരു ഭൂമിക്ക് 5800 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായത് എങ്ങനെ, 1 ലക്ഷം രൂപയായത് എങ്ങനെ എന്ന ചോദ്യമുണ്ട്. പിന്നീട് ഉടനീളം ഈ തരത്തിലുള്ള തർക്കങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്ന ഒരു ഭൂമിയാണ് മുനമ്പം. ഏതായാലും ആ ഭൂമിയിൽ കുറേ എണ്ണം കടലെടുത്ത് പോയി, കുറേ ഭാഗം. ഇപ്പോൾ ഏതാണ്ട് 130 ഏക്കർ ഭൂമിയുള്ളൂ എന്നാണ് ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ജലീൽ സാറിൻ്റെ ആത്മകഥ. ഫറൂഖ് കോളേജിന് കിട്ടുന്ന കാലത്ത് ഇത് ഏതാണ്ട് 130 ഉള്ളൂ, 404 ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറേ ഭാഗം കടലെടുത്ത് പോയി. ദ്വീപാണ്, മുനമ്പം ദ്വീപിൻ്റെ ഭാഗമാണ്, കടലെടുത്ത് പോയി എന്ന്, ഈ വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗമാണ്, കടലെടുത്ത് പോയി എന്നുള്ളത് സത്യമാണ്. ഇനി ഈ 130 ഏക്കർ ആണെങ്കിൽ പോലും ആ ഭൂമി പിന്നീട് ഒരുപാട് പേര് കുടിയേറി അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമിയാണ്, പുറമ്പോക്കാണെന്ന് ആളുകൾ ധരിച്ചു. ഫറൂഖ് കോളേജിൻ്റെതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഫറൂഖ് കോളേജ് കോഴിക്കോട്ടാണ്, ഇത് മുനമ്പം എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ട് ആരും പോയി നോക്കാനില്ലാത്തതുകൊണ്ട് അന്യാധീനപ്പെട്ട പോയ ഭൂമിയിൽ ഒരുപാട് പേര് കയറി താമസിച്ചു. പിന്നീട് അവരുമായുള്ള തർക്കത്തെ തുടർന്ന് അത് അവർക്ക് വിറ്റു. 1987 ഫറൂഖ് കോളേജ് വിറ്റിട്ടുണ്ട്, 98 വിറ്റിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് പോൾ മുഖേനയാണ് 98 വിറ്റത്. എന്തായാലും ഫറൂഖ് കോളേജ് വിറ്റു എന്നത് യാഥാർത്ഥ്യമാണ്, ഫറൂഖ് കോളേജ് സമ്മതിക്കുന്നുണ്ട്. ഇവർ വാങ്ങി എന്നതും 218 കുടുംബങ്ങൾക്കെങ്കിലും ഫറൂഖ് കോളേജ് വിറ്റതിൻ്റെ രേഖകളും ലഭ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഫറൂഖ് കോളേജ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ദാനം കിട്ടിയ ഭൂമിയാണ്, മാത്രമല്ല ഫറൂഖ് കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ കാശിന് അന്ന് മുനമ്പത്തെ ഭൂമി വിൽക്കുകയും ആ കിട്ടിയ കാശ് കൊണ്ട് ഫറൂഖ് കോളേജിനോട് ചേർന്ന് ഞങ്ങൾ വേറെ ഭൂമി വാങ്ങിയിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ഫറൂഖ് കോളേജ് പറയുന്നത്. ഇത് ഒക്കെ നിലനിൽക്കെ തന്നെയാണ് ഫറൂഖ് കോളേജിൻ്റെ ഭൂമി വഖഫാണ് എന്ന വാദവുമായി പലരും കോടതി പോയത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തന്നെ ഒരു വിഭാഗം തീവ്രവാദികളാണ് ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ കോടതി പോയത്. അതാണ് തർക്കമുണ്ടാക്കിയത്. അതിനിടയിലുണ്ടായ ഒരു കാര്യം 2005 ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്ത്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അത് പരിശോധിക്കാൻ എല്ലാ സർക്കാരുകളും തയ്യാറാവണം. അതിൻ്റെ ചുവട് പിടിച്ചാണ് 2008 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കമ്മിറ്റി വെച്ചു. ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു അത്. നിസാർ കമ്മിറ്റി റിപ്പോർട്ട് 2009 അവരുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഞെട്ടിക്കുന്നതാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം വഖഫ് ബോർഡ് ആരുടെയെങ്കിലും ശത്രുവാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ശത്രുവാണ്. വഖഫ് ബോർഡിനോട് ഏറ്റവും കൂടുതൽ കേസ് നടത്തിക്കൊണ്ടേയിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ കയ്യേറി എന്ന് പറയുന്നതും വലിയ ഭൂരിപക്ഷം മുസ്ലിം പ്രമാണിമാരാണ്, സാധാരണക്കാരല്ല. മുസ്ലിം പ്രമാണിമാരും വഖഫ് ബോർഡും തമ്മിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകേണ്ടത്. നിർഭാഗ്യവശാൽ മുനമ്പം ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ വലിയ വികാരം കൊള്ളുമ്പോൾ നമ്മൾ വിചാരിക്കും പാർലമെൻറ്റിലെ ബില്ല് വഖഫ്
വഖഫ് ബില്ല് ഭേദഗതി പാസ്സാക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലെ 29 വഖഫ് ബോർഡുകളുണ്ട്. കേന്ദ്രത്തിലുണ്ട്, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്, യൂണിയൻ ടെറിട്ടറിയിലുണ്ട്. ഈ വഖഫ് ബോർഡുകളിലൊക്കെ യഥാർത്ഥത്തിൽ ആരോടാണ് വഖഫ് ബോർഡ്, ആർക്കെതിരായിട്ടാണ് തർക്കമുള്ളത്? മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടാണ് തർക്കം. മുനമ്പം എന്നൊരു കൊച്ചു തുരുത്തിൽ മാത്രമാണ്, ഇന്ത്യയിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് വഖഫ് ബോർഡും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമുള്ളത്. അതിനെ വർഗീയമായ ഒരു ഇഷ്യൂ ആക്കി മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഏതായാലും ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ 2009 അന്ന് വഖഫ് ബോർഡിൻ്റെ CEO ആയിരുന്ന TM ജമാലാണ് ഈ ഭൂമിക്ക് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നോട്ടീസ് കൊടുക്കുന്നത് 2009. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുകയാണ്. 2019 പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരിക്കുമ്പോഴാണ് വഖഫ് രജിസ്ട്രിയിൽ, എന്ന് വെച്ചാൽ വഖഫ് സ്വത്തുക്കൾ ഏതൊക്കെ എന്ന രജിസ്ട്രിയിൽ മുനമ്പം ഭൂമി കൂടി എഴുതി ചേർക്കുന്നത്. അന്ന് മുതലാണ് തർക്കം ഉണ്ടാകുന്നത്. പിന്നീട് തർക്കം മൂത്തപ്പോൾ ഈ ഭൂമിക്ക്, മുനമ്പം ഭൂമിക്ക് ഇനി ആരും നികുതി അടക്കാൻ പാടില്ല, അടച്ചാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഉത്തരവിട്ടു. അതാണ് ഉണ്ടായത്. അന്ന് മുതലാണ് 2022 അന്ന് മുതലാണ് തർക്കം നടക്കുന്നത്. ഇപ്പോൾ 2-3 കൊല്ലമായി മുനമ്പത്തുകാർ നിരന്തരമായ സമരത്തിലാണ്. ഈ തർക്കത്തിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കാണാൻ പുതിയ നിയമത്തിന് സാധിക്കുമോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, വഖഫ് ഭൂമിയാണെങ്കിൽ മാത്രമേ. ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളും തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുനമ്പത്തെ ഭൂമിക്ക് ഗവൺമെൻറ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്, വഖഫ് ബോർഡല്ല. വഖഫ് നിയമം അതുകൊണ്ട് തന്നെ ബാധകമാകാനും സാധ്യതയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് പുതിയ ബില്ലല്ല. ഇനി വഖഫ് ഭൂമിയാണെങ്കിൽ പരിഹാരമുണ്ട് പുതിയ ബില്ലിൽ. തീർച്ചയായിട്ടും പുതിയ ബില്ലിലെ 2A ക്ലോസ് പ്രകാരം ഈ വഖഫ് ഭൂമി ഒരു ട്രസ്റ്റിൻ്റെ ഓണർഷിപ്പാണെങ്കിൽ അതിന് വഖഫ് നിയമം ബാധകമല്ല. എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമപ്രകാരം 2A ക്ലോസ് പ്രകാരം ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണെന്ന് കോടതിയിൽ തെളിയിച്ചാൽ മാത്രം മതി. പിന്നീട് അത് വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും വഖഫ് ബോർഡിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടും. പ്രധാനപ്പെട്ട ചോദ്യം, കിരൺ റിജിജു മുനമ്പത്ത് വരുമ്പോൾ അദ്ദേഹം എന്തുമായിട്ടാണ് വരുന്നത്? കൃത്യമായൊരു ക്ലാരിറ്റിയോടുകൂടി കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവ് കൃത്യമായി പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം മുനമ്പത്ത് വരുന്നതെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ, കാരണം കണ്ണിൽ പൊടിയിടാനാണ് BJPയുടെ ഒരു എന്ന് ജനങ്ങൾ പലരും ആരോപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, വഖഫ് ബില്ലിനെതിരായി, കേന്ദ്രം പാസാക്കിയ വഖഫ് നിയമത്തിനെതിരായി അനേകം റിട്ട് ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ കുന്നുകൂടിയിട്ടുണ്ട്. അത് ഈ 16-ാം തീയതി പരിഗണനയ്ക്ക് സുപ്രീം കോടതി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. വഖഫ് ഭേദഗതി നിയമത്തിന്മേലുള്ള റിട്ട് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഏപ്രിൽ 16-നാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം 15-ാം തീയതി കിരൺ റിജിജു വരുമെങ്കിൽ അത് മാറ്റിവെച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ ഈ വരവ് വെറും പ്രഹസനമായി തീരും. അതൊരു തട്ടിപ്പാണെന്ന് ആളുകൾ പറഞ്ഞേക്കും. BJPയുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ആയിട്ട് അതിനെ ആളുകൾ ചെറുതായി കണ്ടേക്കും. അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണയോടുകൂടി കഴിയുന്നതും ഈ 16-ാം തീയതിയിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടി, അന്തിമമായ പരിശോധന കൂടി, അല്ലെങ്കിൽ അതിന്മേലുള്ള ഈ റിട്ട് ഹർജികൾ, ഈ അപ്പീലിന്മേലുള്ള റിട്ട് ഹർജികളിന്മേലുള്ള നടപടി കൂടി തീരുമാനിച്ചിട്ടാവും അദ്ദേഹം വരേണ്ടത്. അതിനു മുമ്പുള്ള വരവ് നമുക്ക് കാത്തിരിക്കാം. എന്ത് സംഭവിക്കും, വന്നാൽ അദ്ദേഹം എന്ത് പറയുമെന്നും, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വരട്ടെ എന്ന് പറയാൻ കിരൺ റിജിജു വരേണ്ടതില്ല. അദ്ദേഹം അവിടെ ഡൽഹിയിൽ ഇരുന്ന് പറയേണ്ട കാര്യമുള്ളൂ. മുനമ്പത്ത് വരേണ്ടതില്ല. മുനമ്പത്ത് കേന്ദ്ര നിയമമന്ത്രി പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ മുനമ്പത്തുകാർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അവരെ നിരാശരാക്കരുതേ എന്ന് മാത്രമാണ് ഈ സമയത്ത് നമ്മൾ പറയുന്നത്. നന്ദി, നമസ്കാരം.